മേൽപ്പത്തൂരിന് നാരായണീയം എഴുതാൻ പോലും പ്രചോദനം നൽകിയിട്ടുള്ളത് തുഞ്ചത്താചാര്യനാണ്. അതായത് മേൽപ്പത്തൂരിന്റെ ഗുരുനാഥനാണ് അച്യുത പിഷാരോഗി. അദ്ദേഹത്തിന് വാതരോഗം വന്നു. വാതരോഗം വന്ന് ചികിത്സിച്ച് എത്ര വൈദ്യന്മാരെ കൊണ്ട് ചികിത്സിച്ചും എത്ര മരുന്ന് കഴിച്ചിട്ടും രോഗം മാറുന്നില്ല. അപ്പോഴാണ് ജ്യോത്സ്യന്മാരെ കൊണ്ടുവന്ന് രാശി വെക്കുന്നത്. അപ്പൊ പ്രശസ്തരായിട്ടുള്ള ജ്യോത്സ്യന്മാര് രാശി വെച്ച് പറഞ്ഞു, ഇത് ഈ രോഗം മാറാൻ പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ, കഴിഞ്ഞ പൂർവജന്മത്തിൽ ചെയ്തിട്ടുള്ള പാപമാണ് ഇപ്പൊ രോഗമായി ഭവിച്ചിട്ടുള്ളത്. ഇത് മരുന്ന് കഴിച്ചുകൊണ്ടോ മന്ത്രവാദം ചെയ്തുകൊണ്ടോ ഒന്നും ഈ രോഗം മാറില്ല. ഇതിന് ഒരേ ഒരു വിധിയേയുള്ളൂ. എന്താണ് ഇത് മാറാൻ? ആരെങ്കിലും, വേദത്തിലെ കർമ്മവിഭാഗം എന്നൊരു ക്രിയയുണ്ട്. ആ ക്രിയ ചെയ്ത ഈ രോഗം വേറെ ആരെങ്കിലും ഏറ്റെടുക്കുക. അപ്പൊ ശിഷ്യന്മാർ അനവധിയുണ്ട്, ആരും അതിന് തയ്യാറായില്ല. അപ്പൊ മേൽപ്പത്തൂര് നാരായണ ഭട്ടതിരിപ്പാട് ഗുരുനാഥന്റെ രോഗം സ്വമേധയാ പൂർണ്ണ സമ്മതത്തോടുകൂടി അങ്ങോട്ട് സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുന്നു. ഗുരുനാഥന്റെ രോഗം മാറണോ, അതോടുകൂടി ശിഷ്യന് രോഗം ബാധിച്ചു. കയ്യും കാലും കുഴയാൻ തുടങ്ങി, കിടന്നോടത്ത് നീക്കാൻ വയ്യ, എന്തിനും പരസഹായം വേണം. ആകെ വിഷമത്തിലായിട്ടുള്ള അവസ്ഥയാണ്. അനവധി മരുന്ന് കഴിച്ചു, പ്രഗത്ഭന്മാരായിട്ടുള്ള വൈദ്യന്മാര് ചികിത്സിച്ചു, എന്നിട്ടൊന്നും യാതൊരു ഭേദവുമില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ സമകാലികനായിട്ടുള്ള ആളാണ് തുഞ്ചത്തെഴുത്തച്ഛൻ. അദ്ദേഹം തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിന്റെ അടുത്തുള്ള തുഞ്ചൻ പറമ്പിലാണ്. നമ്മൾ ആദ്യം അനുസരിച്ചുവല്ലോ. മേൽപ്പത്തൂരിന്റെ സ്ഥലം എവിടെയാണ്? തിരുനാവായ, അതായത് ചന്ദനക്കാവില് ആണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. അപ്പൊ ചന്ദനക്കാവിൽ വസിക്കുന്ന മേൽപ്പത്തൂര് ഒരു ദിവസം തന്റെ കാര്യസ്ഥനായിട്ടുള്ള രാമനോട് പറഞ്ഞു, രാമ, നാളെ തുഞ്ചത്തെഴുത്തച്ഛന്റെ അടുത്തൊന്ന് ചെല്ലുക. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ഈ രോഗവിവരം ഒന്ന് അറിയിക്കുക. കാരണം അദ്ദേഹത്തിന് തീരെ പറഞ്ഞാൽ അറിയും. ഉടനെ രാമൻ പിറ്റേ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് ദിനകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് തുഞ്ചൻപറമ്പിൽ ചെന്നു. തുഞ്ചൻപറമ്പിൽ ചെന്നപ്പോ തുഞ്ചത്തെഴുത്തച്ഛൻ ഭക്തി കൊണ്ട് അങ്ങോട്ട് ഉന്മത്തനായിട്ട് ഈശ്വരവിലാസങ്ങളെ, ഭഗവാന്റെ മഹിമകളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ മഹാഭാരതം ഇങ്ങനെ കിളിപ്പാട്ട് രൂപത്തിൽ തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരേ 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 പരമപാഹിമാം പരമാനന്ദമെന്നേ പറയവൂതെല്ലാം. അന്നതട വൃത്തത്തിലുള്ളതാണ് ആ ഭാഗം. അപ്പൊ ഇതങ്ങോട്ട് കേട്ടപ്പോ ഈ രാമൻ അത്ര ഭക്തിയോ വിശ്വാസമോ അല്ലെങ്കിൽ മറ്റുള്ള വിവരമൊന്നുമില്ല, ഒരു പ്രാകൃതനായിട്ടുള്ള ആളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരാളുടെ അടുത്തേക്ക് ഇദ്ദേഹത്തിന്റെ മറ്റും ഭാവമൊക്കെ കണ്ടപ്പോ തലയ്ക്ക് സുഖമില്ലാത്ത, മദ്യപാനം ചെയ്ത് മതോന്മത്തനായിട്ടുള്ള ഒരാളുടെ സ്ഥിതി പോലെയാണ് തോന്നിയത്. അപ്പൊ ഭക്തിക്ക് തിലക്ക് പിടിച്ചാൽ ഇങ്ങനെയാണ് ആളുകളുടെ സ്വഭാവം ഉണ്ടാവുക. ചിലപ്പോൾ കരയും, ചിലപ്പോൾ ചുരുക്കും, ചിലപ്പോൾ ഉന്മാദിയെ പോലെ നൃത്തം ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഭാവം കണ്ടപ്പോ ഇങ്ങനെയുള്ള ആളുടെ അടുത്തേക്കാണല്ലോ ഭട്ടതിരിപ്പാട് എന്നെ പറഞ്ഞയച്ചത്. ഏതായാലും അടുത്തേക്ക് ചെന്നു. എന്താ ചോദിച്ചു. ഞാൻ മേൽപ്പത്തൂരില്ലത്തെന്നാണ് വരുന്നത്, എന്താ കാര്യം ചോദിച്ചു. അദ്ദേഹത്തിന് തീരെ സുഖമില്ല, അനവധി മരുന്നുകൾ കഴിച്ചു, വൈദ്യന്മാരെ കണ്ടു, ഒന്നു കൊണ്ടിട്ടും ഭേദാവുന്നില്ല. അപ്പൊ എന്താ ഇനി ചെയ്യാൻ? എന്തെങ്കിലും ഒന്ന് കുറിച്ച് തരാൻ, മരുന്ന് കുറിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ തുഞ്ചത്തെഴുത്തച്ഛൻ സർവജ്ഞാനിയാണ്, എല്ലാ വിവരങ്ങളും അറിയാം. ആയുർവേദവും ജ്യോതിഷവും ഈ ലോകത്തിൽ എന്തെല്ലാം അറിവുണ്ടോ അതൊക്കെ അറിയുന്ന ആളുകളാണ് ആത്മജ്ഞാനികളായിട്ടുള്ള ആളുകളെ. അപ്പൊ അദ്ദേഹം ഉടനെ തുഞ്ചത്തെഴുത്തച്ഛനത് കേട്ടപ്പോ മീൻ തൊട്ട് കൂട്ടുവിട്ടു എന്ന് പറഞ്ഞു. എന്നാൽ രോഗം മാറുമെന്ന് പറഞ്ഞു. ഇതങ്ങോട്ട് കേട്ടപ്പോ എന്നിട്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥരചനയിൽ അങ്ങോട്ട് മുഴുവൻ ചെയ്തു. ഉടനെ ഈ കാര്യസന്നിധം കേട്ട് നിരാശനായിട്ടാണ് മടങ്ങി വരുന്നത്. മേൽപ്പത്തൂരിന്റെ അടുത്ത് ചെന്നു. മേൽപ്പത്തൂര് കണ്ടു. രാമ, നീ എഴുത്തച്ഛനെ കണ്ടോ? ഞാൻ കാണുക ചെയ്തു. എന്താ അങ്ങനെ പറയണത്? അന്ന് ഇങ്ങനെ തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളുടെ അടുത്തേക്കാണല്ലോ എന്നെ പറഞ്ഞയച്ചത്. എന്തേ അദ്ദേഹം ഒന്നും പറഞ്ഞില്ലേ? പറഞ്ഞു, അതൊന്നും ഇവിടത്തോട് പറയാൻ പറ്റില്ല, അത്രയും നിന്ദ്യമായിട്ടുള്ള കാര്യമാണ് എന്നോട് പറഞ്ഞത് പറഞ്ഞു. നിർബന്ധിച്ചപ്പോഴാണ് മത്സ്യം തൊട്ട് കൂട്ടുക എന്നാണ് അതിന്റെ പ്രതിവിധി എന്ന് പറഞ്ഞത്. അപ്പൊ മേൽപ്പത്തൂരിന് അതിന്റെ അർത്ഥം മേൽപ്പത്തൂരിന് അർത്ഥം മനസ്സിലായി. തുഞ്ചത്തെഴുത്തച്ഛൻ പറഞ്ഞത് എന്താണെന്ന്. അതായത് ഭഗവാന്റെ മത്സ്യാവതാരം മുതലായിട്ടുള്ള കഥകൾ കീർത്തിക്കുക, ഭഗവാനെ ഭജിക്കുക, ആശ്രയിക്കുക, എന്നാൽ മാത്രമേ ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ എന്ത് ചെയ്തിട്ടും മാറില്ല എന്ന് പറയുകയാണ്. ഉടനെ മേൽപ്പത്തൂര് തന്റെ അനുജന്റെ സഹായത്തോടു കൂടി ഗുരുവായൂരിലേക്ക് വരുന്നു. ഒക്കെ പരസഹായം വേണം, പിടിക്കണം, താങ്ങണം. അങ്ങനെ ഗുരുവായൂരിൽ വന്ന്
കിഴക്കേ നടയിൽ താമസിച്ച് രാവിലെ നേരത്തെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ചെന്ന് തീർത്ഥക്കുളത്തിൽ സ്നാനം ചെയ്ത് അകത്തു വന്നിരുന്ന് ഭഗവാനെ പ്രദക്ഷിണം വെച്ച് തൊഴുത് ആ വാതിൽ മാടത്തിൽ ഇരുന്നു കൊണ്ട് ഭാഗവതത്തെ സംഗ്രഹിച്ചു ഗുരുവായൂരപ്പനെ അങ്ങോട്ട് കേൾപ്പിക്കുകയാണ്. 100 ദിവസം അവിടെ ഭജന ഇരുന്നു. ഓരോ ഒന്നാമത്തെ ദിവസം ഭാഗവതത്തിലെ ആദ്യത്തെ അങ്ങനെ ഭഗവാന്റെ മഹിമയെക്കുറിച്ച് ഭാഗവതത്തെ അനുസരിച്ച് 10 ശ്ലോകങ്ങൾ എഴുതും. അങ്ങനെ ഒരു ദശകം എന്നാണ് അതിന് പറയുക. അങ്ങനെ 100 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ആ ഭാഗവതം മുഴുവൻ തന്നെ സംഗ്രഹിച്ച് അദ്ദേഹത്തെ കേൾപ്പിച്ചു. 100ാമത്തെ ദിവസം അങ്ങോട്ട് എഴുതാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഭഗവാൻ തന്നെ വേണുഗോപാല മൂർത്തിയുടെ രൂപത്തിൽ ഭട്ടതിരിപ്പാടിന് ദർശനം കൊടുക്കുന്നു. ആ ഭാഗമാണ് അഗ്രേ പശ്യാമി എന്ന് തുടങ്ങുന്ന 100ാമത്തെ ദശകത്തിൽ ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നത്. അദ്ദേഹത്തിന്റെ രോഗം മാറി ആയുസ്സും ആരോഗ്യമൊക്കെ തീർച്ചു കിട്ടുന്നു. അപ്പൊ നാരായണീയം എഴുതാൻ പോലും പ്രചോദനമേകിയത് ഈ തുഞ്ചത്തെഴുത്തച്ഛന്റെ നിർദ്ദേശമാണ് എന്ന് പറയുകയാണ്.